ഇതെല്ലാം നമ്മളിൽ നിന്ന് പൂർണ്ണമായി വ്യക്തമായ ആ ദൈവത്തിന്റെ ആ വചനപ്രകാരം നമ്മൾ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവം നമ്മൾക്ക് ഓർമ്മയ്ക്കായി കരുതിവെക്കുന്നതായ ആ അനുഗ്രഹങ്ങളും ആ നന്മകളും എല്ലാം തന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ പ്രാർത്ഥിയെടുക്കാൻ നേടിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ദൈവത്തിന്റെ ചിന്ത എന്താണ്, ദൈവത്തിന്റെ വിചാരങ്ങൾ എന്താണ്, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്താണ് എന്ന് ദഹിക്കാൻ അറിയാത്ത ഒരു കൂട്ടം ജനത്തിന്റെ ഈ ലോകത്തിന്റെ അനുഭവ ഒന്നും അറിയത്തില്ല. പഠനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് ഗ്രഹിക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ പദ്ധതി അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്രകാരം നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഓർത്തിച്ച് അപ്രകാരം നാം നമ്മെ തന്നെ ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവം പറഞ്ഞ ആളുകള്, ദൈവം പറഞ്ഞ ദൂതകള്, ദൈവത്തിന്റെ വാർത്തകള്, ദൈവം പറഞ്ഞ അവരുടെയൊക്കെ നമുക്ക് ഓരോരുത്തരും താല്പര്യം. കാരണം പലപ്പോഴും നമ്മൾ കുറ്റം പറയുന്ന ഇത് എന്താണ് എന്ന് എവരും ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. തള്ളി പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒന്നിട്ട് വാക്കുകളൊന്ന് വ്യാഖ്യാനിക്കാനായിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം കഴിഞ്ഞാൽ 3:8 രക്ഷ ആർക്കാണ്? യഹോവയ്ക്കുള്ളതാണ്. മറ്റൊരുത്തിനുമില്ല. രക്ഷ എന്ന് പറഞ്ഞു രക്ഷിക്കപ്പെട്ട എന്നും രക്ഷിക്കപ്പെടുക എന്നൊക്കെ ആര് പറഞ്ഞാണ്? ദൈവത്തിന്റെ പറഞ്ഞാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല എന്ന് വേദം വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു പറഞ്ഞത് നിർബന്ധത്താൽ നീ എന്ത് ചെയ്യരുത്, ഒന്നും പറയരുത്. ഉണ്ടോ? നിർബന്ധിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? അതിന് പറയുന്നുണ്ടോ? ഇല്ല. നിർബന്ധത്താൽ എന്ത് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. കാരണം ആ ഇരിക്കുന്ന വ്യക്തി എപ്രകാരമാണ്, എന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്കറിയോ? അറിയാതെന്താണ് നമ്മൾ അങ്ങോട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയുടെ എന്തെങ്കിലും മാനങ്ങൾ, ടെൻഷനും, പ്രാർത്ഥനകള്, ദുഃഖങ്ങളെ അനുഭവിക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും അതൊക്കെ അറിയാതെ പോകുന്ന സാധ്യതമാണ്
അതിൽ പലയിടത്ത് കണ്ടുവന്ന് പോകുന്നു. ഈ നിർമ്മാണത്താൽ എന്ത് ചെയ്യരുത് ചെയ്യരുത്. അങ്ങനെ പഠനം പഠിക്കുന്നില്ല. 10,000 ഭാഗത്ത് കേൾക്കുമ്പോഴാവും ഒരുത്തൻ ചെന്നു അയ്യോ ഇങ്ങനെ ഉണ്ടോ എന്നറിയുന്നത്. അത് കേട്ടിട്ട് അറിഞ്ഞിട്ടുള്ളവരെ പോകുന്നവരുണ്ട്. അപ്പം ചിന്തിച്ചിട്ടില്ല. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് യഹോവയില്ലാത്തല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ അനുഗ്രഹത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഈ രക്ഷയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കണമെങ്കിൽ ആ കർത്താവിനെ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ച് ഉണർത്തണം. നമ്മൾ കുറ്റപ്പെടുവാനല്ലാതെ കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവാൻ അത് പറ്റത്തില്ല. നിന്റെ സത്യം പറഞ്ഞാൽ നമ്മളെ അനുഗ്രഹിക്കണം. ഈ ഭൂമിയിൽ തങ്ങളെയും നീ കണ്ടുപിടിക്കുക. അനുഗ്രഹിക്കും. പക്ഷെ വരാതെ പോകുന്നത് കർത്താവ് കുറ്റമാണ്. അറിയാതെ പോകുന്ന കർത്താവ് കുറ്റമാണ്. പ്രാപിക്കാതെ പോകുന്ന കർത്താവ് കുറ്റമാണ്. നേടാതെ പോകുന്ന കർത്താവ് കുറ്റമാണ്. ഒന്നുമല്ല, അവനവന്റെ കുറ്റം കൊണ്ടാണ് ഒന്നും നേടിക്കാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ നേടിത്തരമെന്നുള്ളത് കേൾക്കുന്ന ആളുടെ ഒരു പദ്ധതിയാണ്. എനിക്ക് വേണമെങ്കിൽ നീ നേടി പ്രാർത്ഥിക്കണം. എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊന്നും എനിക്ക് കാണാൻ പറ്റുമോ? കേൾക്കുമ്പോ അത് വചനമായി കേൾക്കി വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നേടിക്കണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കുന്നത്, നമ്മളാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഈ ഒരു ആർക്ക് തരാൻ പറ്റത്തില്ല, ഒരാൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ ഈ വചനമായിട്ട് കേൾക്കി വരുമ്പോ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴുമുണ്ട്. ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. അങ്ങനെ മുമ്പേ എന്ന് ചിന്തിച്ചിട്ട് വേണം. അപ്പൊ നീ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെ വരണം? അവരുടെ കാര്യം ആ ഇങ്ങോട്ട് കിടക്കുമ്പോ നീ വന്ന കിടന്ന ആ അടുത്ത് മാറി ഇങ്ങോട്ട് കയറിയാൽ എനിക്ക് അളക്കം സംഭവിക്കും. എനിക്ക് അളക്കം സംഭവിക്കുന്നത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ പരിപാടി. ഇതെല്ലാം വിട്ടുപോകണം. നമ്മൾ ആരെയും സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ദൈവത്തിനകത്ത് കയറി വരുന്നത്. ദൈവത്തിന്റെ മുഖം കണ്ട് അവിടെ ആരാധിക്കുവാൻ, അവനോട് തുതിക്കുവാൻ, അവനോട് തോന്നിട്ട് നേരിടുവാനാണ് നമ്മൾ തലയ്ക്കകത്ത് കയറുന്നത്. നമ്മുടെ വീട്ടിലുള്ള പോലെ നമ്മൾ നേരിടുന്നത് ഇതേ എനിക്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് പറ്റി പറയാൻ രാത്രികാലം വന്നുകൊണ്ടിരുന്നത് തനിക്കത്രയും ദോഷിക്കണം, അവനെ കാണുവാനോ അവർക്കുള്ള എന്താണ് കേൾക്കുവാനോ അത് അവർ എന്നെ കുറിച്ച് എന്താണ് തങ്ങൾ കേൾക്കുവാനോ ഒന്നുമല്ല വന്നിട്ട് എന്റെ കർത്താവിനെ സന്തോഷിപ്പിക്കുക. എന്റെ കർത്താവ് ആരെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇത്രയും നാളും ഈ കലക്കേട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. വന്നുപോയി ഓരോ തലമുറ ഈ ഭൂമിയിലേക്കുന്ന തന്റെ നാട്ടന്മാരിൽ ദൈവം ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറയണമെന്നുള്ളത് ദൈവം നിശ്ചയമാകൊണ്ട്
പക്ഷേ അവർ തെറ്റായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒന്നും എനിക്ക് തന്നെ വന്നിട്ടില്ല. ഉണ്ടോ? സ്തോത്രം. തെറ്റൊന്നും സംസാരിക്കില്ല. മറ്റൊരു സംസാരിക്കില്ല. ദൈവാത്മാനെ മറ്റൊരു സംസാരിക്കില്ല. മറ്റൊരു സംസാരിക്കുമെന്നറിയോ? എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അടുത്തൊരു സംഗതി നിന്നെ പദത്തില്ല. അവനാണ് വിട്ടുപോകുന്നത്. അവൻ വിട്ടുപോയാല് നമ്മളോട് ഈ വേദവസ്തു പറഞ്ഞ താങ്കൾ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുമല്ലോ എന്ന് ഒന്നിനേ ഞാൻ ആരും കേൾക്കാണ്ട് നടന്നുകൊണ്ടാണ് ഇവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. അപ്പറ്റിനോ എത്രത്തോളം ഇന്ന് കഴിയുന്നുണ്ട്, എത്രത്തോളം ബാധിക്കുന്നുണ്ട്, എത്രത്തോളം ഭയത്തോടുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി വേണ്ടിക്കണം. മൂന്നിന്റെ പതിനൊന്ന് അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യർ അവൻ ഭംഗിയായി ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോട് ദൈവത്തിൻ്റെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചനം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നില്ല. പിന്നെയോ അതാത് സമയത്ത് തക്ക സമയത്ത് ഭംഗിയായി ഒരു തോട്ടം വെച്ചാണ്, ഒരു തോട്ടം ആർക്കും ഒന്നും പറയാൻ വന്ന് ഭംഗിയായി നദിയായിട്ട് അതുകൊണ്ട് ഒരിക്കലും അപ്പനാമത്തെ നൽകുന്നത്. സമയത്ത് നിന്റെ സമയമല്ല, എന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയമല്ല, മറ്റൊരു സമയമല്ല. പിന്നെയോ സമയമാണ്. ആ സമയത്ത് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ദൈവത്തിന് തോന്നി നമ്മെ ഏർപ്പെടുന്നത്. ഭംഗിയായി ചെയ്തു. സ്തോത്രം. അപ്പോൾ കുറവുമില്ലാതെ ദോഷമില്ലാതെ കുറ്റമില്ലാതെ മറ്റാർക്കും കുറ്റപ്പെടാൻ കഴിയാതെ ദൈവമെങ്കിൽ കളിക്കാനുള്ള ആഗ്രഹം. സ്തോത്രം. ഇല്ല, നമ്മുടെ കർത്താവിനെ കൊണ്ട് മാത്രമേ ഭംഗിയാക്കി വളരെയുള്ളൂ. ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിച്ചോട്ട് തുതിച്ചാട്ട് അതോടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തനിക്കകത്ത് ആദ്യത്തെയാണ് നമുക്ക് നിലനിർത്താനുള്ളത്. എന്റെ ഏറ്റവും ഈ ഭൂമി വസ്തു പൗണമില്ലാത്ത ദൈവദാസന്മാർക്ക് ഈ 2025 സമയമുണ്ടെങ്കിൽ എല്ലാം ദൈവം എനിക്ക് മാത്രം കിട്ടിയാൽ പോലെ എനിക്ക് തരുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഒരു ഭാരവും കാണും, ഒരു ചിന്തയും കാണും. ഏറ്റവും ദൈവദാസന്മാര് ഈ ഭൂമിയിൽ വസ്തുവില്ലാതെ പൗണമില്ലാതെ ഒരു നേരത്തിന് ആഗ്രഹമില്ലാതെ അതിന് പുറകെ പോയി അടുത്ത എത്ര ദൈവദാസന്മാരുണ്ട്. ആ വരക്കം തക്ക സമയത്ത് ഓരോ ഓരോ വസ്തുക്കൾ ജനിക്കേണ്ടതാണ്. നമ്മളും അപ്പോഴാണ് കർത്താവ് എല്ലാം തക്ക സമയത്തിന് ഞാൻ ആത്മാവിൽ തോതു വിളിച്ച പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വർത്തമാനങ്ങൾ ശ്രേഷ്ഠമായ പദവി കണ്ടുവാൻ അതിയായ കർത്താവിനെയാണ് നാം പ്രത്യേകിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവിന് ഒരു തോത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരും വിളിച്ചായിരിക്കുന്ന ഉദ്ദേശം ഇതാണ്. നിത്യതയും ഓരോ മനുഷ്യരിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് വ്യത്യാസം. ഇവിടെ ഉള്ളതല്ല ഏത് നഷ്ടപ്പെടുമോ അത് നിൽക്കുമോ നമുക്ക് ആർക്കും ഗ്രഹിക്കാൻ പോലും കഴിയത്തില്ല. അനേക തെളിവാണ് വയനാട്, മറ്റു രാജ്യങ്ങൾ, പല രാജ്യങ്ങളുണ്ട്.
മാത്രമല്ല മഞ്ഞനടിയിൽ വീട് പോകുന്ന താങ്കൾ മറ്റുള്ളവർ കണ്ണ് കേട്ടിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്രകാരം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ കർത്താവിന്റെ ആജ്ഞകൾ നാം ഏറ്റുനടക്കണം. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുത്താലെന്നുണ്ട് അത് പോകത്തില്ല. സ്തോത്രം. കർത്താവിനെ സംഭവിച്ചുകൊണ്ട് അങ്ങനെ പോകാതിരുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? എത്രയോ പേരെയാണ് കർത്താവ് വിളിച്ചറിഞ്ഞുകൊണ്ട് പോകുന്നത്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ തുതിക്കാൻ കൊണ്ടുപോകാൻ എത്രയോ ജനത്തെയാണ് എന്റെ കർത്താവ് മോശമായി വിളിച്ചു കൊണ്ടുവന്നത്. അവരെല്ലാം വിളിച്ചു കൊണ്ടുവന്നത് അവർക്ക് വലിയ വലിയ വാർത്തകൾ കൊടുക്കാനോ വലിയ വലിയ കെട്ടിടങ്ങൾ കൊടുക്കാനോ വലിയ വലിയ കർമ്മങ്ങൾ കൊടുക്കാനോ അവരെ ഏറ്റവും വലിയ ആളാക്കിയാണോ ഒന്നുമല്ലായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു. നിത്യതയും അവരെ വെച്ചിട്ടുണ്ട്. ആ കർത്താവിലേക്ക് അവർ ചെന്ന് എത്തണമെന്ന് ദൈവത്തിന് പദ്ധതിയായിരുന്നു. അത് മനസ്സിലാകാൻ പോയ ഒരു കൂട്ടം ജനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കനാൻ രാജ്യത്ത് കൊണ്ടെത്തിച്ചിട്ട് ദൈവത്തിന്റെ മുഴുവൻ മടങ്ങി പ്രാർത്ഥിക്കുവാനാണ് ആളെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. നല്ല സ്ഥലത്തേക്ക് പക്ഷേ ഇവരുടെ 40 വർഷം ഇവരെ രാവിലെ പോലും അവർ നടന്നപ്പോൾ വിലപെട്ട ജനമുണ്ട്, കല്ലുപെട്ട ജനമുണ്ട്, ഒറ്റപ്പെട്ട ജനമുണ്ട്, പരുക്കുണ്ടാക്കിയ ജനമുണ്ട്, കടകമുണ്ടാക്കിയ ജനമുണ്ട്, പരുക്കുണ്ടാക്കിയ ജനമുണ്ട്. അടിപിടി പോലെ ജനങ്ങളുണ്ടായിരുന്നു. പത്ത് കഷ്ടമായി കഷ്ടമായി കഷ്ടത് 10 പോയി 20 പോയി 50 പോയി 100 പോയി 500 പോയി 1000 പോയി 2000 പോയി 3000 വരെ പറ്റടിക്ക് വീണ്ടും പോകണ്ട. 3000 വരെ പറ്റടിക്ക് സംസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? ദൈവത്തിന്റെ നിക്രിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പറഞ്ഞ തല്ലിയതുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ദൈവത്തെ കുറ്റപ്പെടുന്നുണ്ട്. ആളുകളെ പുതുവെച്ചതുകൊണ്ട് അച്ചടിക്ക് മൂവാറ്റം ദൈവമുണ്ട്. അങ്ങോട്ട് ദൈവത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അതിലേക്ക് ഓർത്ത് ആളുകൂടി വന്നത്. പക്ഷേ ആ ദൈവത്തെ ആത്മാർത്ഥതയോടെ പൂർണ്ണത്തോടെ സ്വീകരിക്കുമ്പോൾ ഈ ഭൂമി എന്തൊക്കെ വേണം എന്തൊക്കെ തടവുകൾ എന്റെ കർത്താവിനെ അറിയാം. കർത്താവിന് വേണ്ടി ഒരൊറ്റ നിലനിന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നെ സ്വതം ശിക്ഷിക്കുവാനോ മറ്റുള്ളവരുടെ സ്വതം തല്ലുപണി നിവർത്താതെ വണ്ണം നിന്നെയും അന്യത്തോടെ ഈ ഭൂമിയിൽ തെറ്റിട്ടാണ് ദൈവം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യുന്ന ആർക്കറിയാം? ദൈവത്തിനല്ലേ. അപ്പൊ നമ്മുടെ ഈ സ്ഥാനങ്ങളും നമ്മുടെ പാർട്ടിക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ആർക്കറിയാം? തന്റെ പ്രാർത്ഥന എത്രത്തോളം ആർക്കറിയാം? ആന്റിയുടെ പ്രാർത്ഥന എത്രത്തോളം ആർക്കറിയാം? ആന്റിക്ക് എന്തൊക്കെ വേണം ആർക്കറിയാം? ഏതൊക്കെ തമിഴ് വേണം ആർക്കറിയാം? എന്റെ കർത്താവിനറിയാം. അക്കം ഈ ഭാരം ഈ പ്രാപ്തം ഈ ദുഃഖം ഈ തെറ്റൊക്കെ മാറുന്ന സമയമുണ്ട്. ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയണം, ഇത് മാറുന്ന ഒരു സമയമുണ്ട്. അടിപ്പിച്ചിട്ടല്ലാതെ കർത്താവ് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വേണ്ടി കാട്ടിട്ടുണ്ടെങ്കിൽ നമ്മെ അടിപ്പിച്ചിട്ടല്ലാതെ കർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ഉറപ്പായിട്ട് പറയുന്നു, ഈ ഉറക്കാരുടെ അനുഗ്രഹം ആര് വെച്ചിട്ടുണ്ട്? എന്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് പറയുന്നു, 2021 വളരെ കർത്താവ് പാട്ട് വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കാമോ? എന്താ കർത്താവ് നിത്യമായും നമ്മുടെ തിരി മാറ്റി തിരിച്ചു കുറിക്കുന്ന എങ്കിലും ദൈവം അതോടന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കഴിയാതെ പോയതുകൊണ്ട് ആ ദൈവം അതിന്റെ എത്തുന്നതിന്
രണ്ടുപേരോ വല്ലാത്ത പലക്ക് അല്ലെ കോട്ടഹത്ത് വന്ന് കിടക്കുന്നു ചിന്തിച്ച് നോക്കിയേ. Praise the Lord. പക്ഷേ ഇതിലേക്കൊന്നും ഈ നിമിത്തം വരെ ഈ സമയം വരെ നമ്മുടെ കർത്താവ് നമ്മെ വിട്ടു കൊടുത്തിട്ടില്ല. Amen. Hallelujah. വിട്ടു കൊടുത്തിട്ടില്ല. അതുപോലെ ചെറിയ അപകടങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥന മറുപടിയായി പ്രാർത്ഥനയായി കർത്താവ് അവരെല്ലാം ജീവിച്ച് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. Praise the Lord. ഇല്ല എന്ന് പറയാൻ കഴിയും. ചിന്തിച്ചു നോക്ക്. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തനം ആരോടും തന്നെയെന്ന് പറഞ്ഞില്ലേ എപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ആരുടെ നടക്കാൻ കഴിയുന്നില്ല. എപ്പോഴും നടക്കാൻ കഴിയുന്നില്ല. രാജേഷ് മാത്രമേ രണ്ടത്തിൽ നാലായിട്ടിരുന്നത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വല്ല പദ്ധതി ദൈവത്തിലുണ്ട്. ആ പദ്ധതി പ്രാർത്ഥിക്കപ്പെടും. Praise the Lord. Hallelujah. Praise the Lord. സംഖ്യ 11. എനിക്ക് തമിഴ്നിലെ കുറിച്ച് ബന്ധിക്കാൻ ഞാൻ പെട്ടെന്നിരിക്കാൻ പോവാണ്. എങ്കിലും എന്റെ കൂടുള്ള ജനം 6 ലക്ഷം കാലാണ് എന്ന് ഒറ്റമറിയ എന്റെ കൂടെ ആളുണ്ട്. 6 ലക്ഷം കാലാള് എന്റെ കൂടെ ഉണ്ട്. 6 ലക്ഷം കാലാണ് ആരുടെ കൊടുത്തിട്ടുള്ളത്? മോശയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. 6 ലക്ഷം കാലാണ്. അതുകൊണ്ട് അയക്കൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്നത് വലിയ ഉദ്ദേശമായിരുന്നു. എന്താണ് ഉദ്ദേശം? Praise the Lord. പോയില്ലേ കാര്യമാണ്? പോയോ? ഒന്ന് വന്നോ, എന്നിട്ട് പോയില്ലേ കാര്യം? വചനം വായിക്കുന്നുണ്ടായില്ലേ? ഇതാണ് നമുക്കൊരു പ്രാർത്ഥനകള്. അവളെ കടലും പോയില്ലേ? അതുവരെ വീട് പോയിട്ട് മോച്ച ഒരല്പ സമയത്ത് വീട് പോയി. വീട് പോയി. വചനം പറയുന്നത് ഞാൻ പറയല്ല. എത്രയും ജീവവും അധികാരവും അത്ഭുതപ്രവൃത്തികൾ ചെയ്ത ആ മോച്ച ഒരല്പ സമയത്തേക്ക് എന്ത് വന്നു? കൊണ്ടുവന്ന് മോച്ച ഏൽപ്പിച്ച ദൈവത്തോട് അല്പസമയം ആള് സംശയിച്ചു. കാരണം ഈ ദൈവം ചെയ്ത പ്രവർത്തികളല്ല ദൈവം ആർക്ക് കഴിഞ്ഞില്ല. അത്രത്തോളം പ്രതികൂല പ്രതികൂലം പോരാട്ടം വെല്ലുവിളികളും നിർവ്വഹണം എന്തുണ്ട് ആ ഓരോ സെക്കൻഡിലും മോചന കാലം മുഴങ്ങിക്കൊണ്ടിരിക്കാം. പലപ്പോഴും ദൈവാത്മാരെ വീട് കൊണ്ട് തെറ്റുകൾ ഇങ്ങനെയാണെന്ന് ദൈവമക്കളെ അത് ദൈവത്തിന് കുറ്റഞ്ഞിട്ട് അല്ലാതെ ഒരു പാപഞ്ഞിട്ട് അല്ലാതെ മറ്റുള്ളവർക്ക് കുറെ പോയിട്ട് അല്ല എന്ന് ഇവിടെ ഏറ്റവും വലിയ ചക്രായ ഏറ്റവും വലിയ അവിച്ചിട്ടായ മോച്ച അതുപോലെ അധികാരം മോച്ച ഒരു അല്പസമയത്തേക്ക് അവിടെ പാത്രി പോയി പാത്രി പോയി പാത്രി പോയതൊന്നുമില്ല. മോചന കുറ്റം കൊണ്ടല്ല, മോചന പുസ്തകത്തിൽ കൊണ്ടാണ്. വിദ്യയോ മോചനയ്ക്ക് വല്ലാത്ത ഒത്തിനായി മാറി. പക്ഷേ ആ വല്ലാത്ത ഒത്തിനാവിന് മുമ്പ് മോചനോട് ദൈവം
മതിയാവോളം തിന്നാൻ ഇറക്കി കൊടുക്കുന്നത്. ആമേൻ. കണ്ടിട്ടുണ്ടോ? Praise. കണ്ടിട്ടുണ്ടോ? അതിന് മേലെ വായിക്കുന്നതാണ്. നീ അവരോട് പറ, അവരെ തിന്നുക, പതിവ് തിന്നുക, ഇറക്കി കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞിട്ട് അല്ലേ ലോകം മോശമാണ്. ആണോ അല്ലേ ലോകം. പക്ഷേ അല്പത്താമത്തെ ചിന്തയിൽ മോശങ്ങളെ ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് പോയി. Praise the Lord. ഉത്തരത്തിന് പിന്നിൽ എന്താണ് ബോധിക്കാൻ പോലെ, എന്താണ് ചെയ്യാൻ പോലെ, എന്താണ് ഇതിന്റെ ഉദ്ദേശം, എന്താണ് ഇവർ പറഞ്ഞത് എന്ന് അല്പസമയത്തേക്ക് ബോധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഈ ജനനിമിത്തമുണ്ടായി. Praise the Lord. സ്തോത്രം. അപ്പൊ മോശ ചോദിക്കാണ്, എങ്ങനെ ചോദിച്ചു? ഒരു രാഷ്ട്രത്തിലേക്ക് ഇവരൊക്കെ ചിന്തുവാനായിട്ടല്ലേ ആടുകളെയും വാഴകളെയും കർത്താവ് അടക്കുന്നു. സ്തോത്രം. സ്തോത്രം. Praise. പാട്ടിന് 2 മണിക്കൂർ കേട്ടോ, 2 മണിക്കൂർ പിന്നെ മണിക്കൂർ സ്വന്തം സ്തോത്രം. സ്തോത്രം. സ്വന്തം Praise. 6 ലക്ഷം പേരുടെ സംസാരം ഒരേ കാലത്ത് ഈ കാലഘട്ടം വേറെ ആർക്കും കൂടെ ഇല്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. എന്ത് പറയണം, എങ്ങനെ നയിക്കണം, ഇവിടെ എന്ത് സംസാരിക്കും. ഒരു മാസത്തേക്കുള്ള ഇറച്ചി ആടും മാടും അടക്കുമ്പോ Hallelujah. ഒരു മാസത്തേക്കുള്ള മീൻ ദൈവം പിടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമ്പോ സ്തോത്രം. യാവേ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ വാക്കുപറയുന്ന ദൈവമാകെ കൊണ്ട് ആമേൻ. മാറ്റമാണ് പോകത്തില്ല. Praise the Lord. Hallelujah. ഉറപ്പുണ്ടോ? അതെ. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? അതെ. എന്റെ കർത്താവ് പറയാ, കൊടുക്കുന്നുണ്ട്. എന്റെ കർത്താവ് വാക്കുകൊണ്ട് അധികാരത്തോടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞ വാക്ക് അത് മാറിപ്പോകത്തില്ല. Hallelujah. മാറിപ്പോകത്തില്ല. ആമേൻ. ഉറപ്പുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്തെ കുറിച്ച് കൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകത്തില്ല. ഉറപ്പായിട്ട് നടന്നതാണ്. ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ നിറവേറാതെ പോകത്തില്ല. Praise the Lord. സ്തോത്രം. സ്തോത്രം. Hallelujah. Praise God. അതൊക്കെയാണ് 11:30 വാചകമാണ്. 11:31 വാചകം. അതുകൊണ്ട് യഹോവ ഒരു കാറ്റൂതി സ്തോത്രം. എവിടെ നിന്നൊക്കെ വളരെ പറയാൻ പറ്റാണോ? ആ ക്രിസ്തു പ്രാർത്ഥിച്ചോളാം. എവിടെ നിന്ന് Hallelujah. സ്തോത്രം. സ്തോത്രം. ആമേൻ. Praise the Lord. Yibale. Amde balaba shadaba. Shadaba balaba. Shibalam balaba. Shukade. Abe. Sabalo. Vahe. Hallelujah. Sigamori balo. Shabalabari mambale balo. Pidaவே. Praise the Lord. സ്തോത്രം. പിതാവേ സ്തോത്രം. അടിച്ചു. സ്തോത്രം. അതെ. അധികാരപ്പെട്ട ദൈവമാകുകൊണ്ട് ഈ അധികാരം ബോധ്യം കിടക്കൊണ്ട് ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ല. വാക്ക് മാറാൻ പറ്റും. പക്ഷേ ഈ ചോദ്യം ദൈവം കേട്ടപ്പോൾ ഒരു കാറ്റൂതി കാടപ്പറ്റിയെ കൊണ്ടുവന്ന്
വന്ന ദൈവം. Praise the Lord. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കടലിൽ നിന്നും താഴെപ്പട്ടിയെ കൊണ്ടുവന്ന ദൈവം ഇവരുടെ നടുവിൽ തിക്കിമറിക്കുവാനായിട്ട് മറന്നു നിൽക്കുവാനായിട്ട് ദൈവം. Praise the Lord. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 2021 അവന് പ്രത്യാശം തന്നേ. സ്തോത്രം. പ്രത്യാശം തന്നേ. നമ്മുടെ തിരി മാറുമെന്നേ. ഹല്ലേലൂയ. യാത്ര മാറുമെന്നേ. Praise the Lord. മാറുമെന്നേ. ആമേൻ. കാറ്റടിപ്പിച്ചുവെന്ന് Praise. ഹല്ലേലൂയ. സ്തോത്രം. Praise the Lord. സ്തോത്രം. ദൈവം സ്തോത്രം, സ്തോത്രം. Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise. ഇല്ല. Amen. ഹല്ലേലൂയ. സ്തോത്രം. വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ രണ്ടു മൂടം നിങ്ങൾക്ക് അതിനെ പറഞ്ഞ് നിൽക്കുമാറാക്കിയത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു തൊട്ടിനെ കൊണ്ടും വെച്ച് ഒറ്റക്കാരെ പോലും അവിടെ നീക്കുവാൻ അനുവദിച്ചില്ല. എനിക്ക് വേണ്ടി എന്റെ കാണാം, എനിക്ക് വേണ്ടി എന്റെ കാണാം, എനിക്ക് വേണ്ടി എന്റെ കാണാം, എനിക്ക് വേണ്ടി എന്റെ കാണാം. എന്റെ മുമ്പിൽ തന്നെ നിനക്ക് പറയാ ഒരു തൊട്ടിന് അപ്പണം. ആമേൻ. ഹല്ലേലൂയ. 2025 നീ കടന്നു പോകണ്ട, നീ തിരിഞ്ഞു പോകണ്ട, നീ വാങ്ങോട്ട് പോകണ്ട. 2025 നമുക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കറക്റ്റ് സമയം കറക്റ്റിന് അടുത്ത ഘട്ടം സ്തോത്രം. അതുകൊണ്ട് മാത്രമേ അവതാരം പറയുന്നു, നമുക്ക് വേണ്ടി പറഞ്ഞ ദൂത് ഹല്ലേലൂയ. Praise. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. ശബല. സൈബലാരി ബനാരി ബനേരി ബനേ. ആമേൻ. Praise the Lord. സൈബാലൈ ബാലൈ 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 ബാ. പിതാവേ, അതുകൊണ്ട് പറഞ്ഞത് ആറ്റങ്ങൾ പിന്നെ ചിന്തിക്കും ഈ വഴികൾ നമ്മെല്ലാവരും ഒരുപോലെ കൊണ്ട് Praise the Lord. സ്തോത്രം. Yeah.